വി ഡി സതീശൻ്റെ പേര് വെട്ടിയിട്ട് കേസ് വേണുപോലെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കും അല്ല. ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ തുണി നോക്കി കാണിക്കില്ലേ? കോൺഗ്രസ്സുകാരൻ KPCC ആഫീസിന് മുമ്പിൽ പോയിട്ട് ആളുകൾ മുണ്ട് നോക്കി കാണിക്കും. കാരണം അതല്ലാതെ അതിന് ചികിത്സയില്ല. VS-ന് സീറ്റ് നിഷേധിച്ച സംഭവം ഉണ്ടല്ലേ? പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു സീറ്റ് കൊടുക്കില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി എന്ന് പറഞ്ഞ പോലെ സതീശനല്ല KC ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ. നല്ല രസമായിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു നമ്മളെപ്പോലുള്ള ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊരു രസമാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ. നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഹൈക്കമാൻഡിൻ്റെ 2 നിരീക്ഷകർ വരികയും അവർ ഓരോ MLA-മാരെയും നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പുറത്തു വന്നത്. 63 പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും KC വേണുഗോപാലിനെ നിർദ്ദേശിച്ചു എന്നും 35ഓളം പേർ VD സതീശൻ നിർദ്ദേശിച്ചു എന്നും 25ഓളം പേർ രമേശ് ചെന്നിത്തലയെ നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ അതിലപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഞെട്ടിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ 1,23,000-ഓളം പോസ്റ്റ്, അതായത് അദ്ദേഹം കേരളത്തിലെ വിജയത്തിന് ആസ്പദമാക്കിയിട്ടൊരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ താഴെ 1,23,000 പേരിലധികം കമൻറ്റുകൾ ഇട്ടു. അതിൽ ബഹുഭൂരിപക്ഷവും 90% സതീഷിന് വേണ്ടിയുള്ള, സതീഷിനെ മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന വിപത്തിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള പ്രതികരണങ്ങളായിരുന്നു. ഇത് ശരിക്കും രാഹുൽ ഗാന്ധിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ ആദ്യം തന്നെ ഇതിനെ സംബന്ധിച്ച് ആദ്യം FB പോസ്റ്റ് വന്നത്, വലിയ പ്രചരണം നടന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പോസ്റ്റാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത്, ധൈര്യമുണ്ടെങ്കിൽ VD സതീശനൊന്ന് മാറ്റി നോക്കൂ, അപ്പോൾ അറിയാം കാര്യങ്ങൾ. അതായത് KC വേണുഗോപാലിനെ കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ അത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും. കേരളത്തിൽ വലിയ തോതിൽ കലാപമുണ്ടാകും. കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നമുണ്ടാകും. അത് ചെറുതായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്കത് കണ്ടൊന്ന് രസിക്കണം എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്തും മതേതര രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാ മേഖലകളിലുമുള്ള നാടിമിടിപ്പ് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ കാര്യഗൗരവത്തോടു കൂടിയിട്ടാണ് ആ വീഡിയോ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തെ VD സതീശനെ വെട്ടിമാറ്റാനാണ് ഭാവമെങ്കിൽ അത് കേരളത്തിൽ വലിയ കലാപമുണ്ടാക്കും. കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത അണികൾ VD സതീശനോട് കണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ശേഷം അദ്ദേഹത്തെ വെട്ടിമാറ്റിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെറുതല്ല, ഇത് വലിയ തോതിലുള്ള വിപത്ത് തന്നെയാണ് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇന്നലെ ആദ്യമായിട്ട് ഇതിനെതിരെ, അതായത് VD സതീശനെ വെട്ടിമാറ്റിയാൽ KC വേണുഗോപാലിനെ ഇറക്കുമതി ചെയ്താൽ അത് അത്യാപത്തായിരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ആദ്യം നെട്ടൂരിലാണ്, VD സതീശൻ നാട്ടിലാണ് ഇന്നലെ ആദ്യത്തെ പ്രകടനം അരങ്ങേറിയത്. നമുക്കതൊന്ന് കാണാം. അമ്മാവാലിയിലെ മലയോര കർഷകരുടെ ആവേശവും എല്ലാമായ VD സതീശൻ കേരള ജനതയെ കഴിഞ്ഞ 2021 മുതൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ UDF-ന് വിജയം നൽകി. ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ മുകളിൽ പ്രവചിച്ചതിനപ്പുറമായി 102 സീറ്റ് പിടിച്ചുകൊണ്ട് കേരളത്തെ UDF-നെ കോൺഗ്രസിനെ കൈപിടിച്ച് തല ഉയർത്തി നിർത്തിയ VD സതീശൻ തന്നെയായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇല്ല എങ്കിൽ ഇതിന്റെ ഫലം AICC അല്ല, ഈ ഇന്ത്യ ഗവൺമെന്റിലെ, ഇന്ത്യ രാജ്യത്തെ എല്ലാവരും, അതായത് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, UDF അനുവദിക്കില്ല എന്ന്, കേരള ജനത അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. നമ്മുടെ നേതൃത്വത്തിന് നൽകുന്ന ഒരു വാണിംഗ് ആണ് ഇവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെയൊരു പ്രകടനം, ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ കാണുവാൻ കേരളത്തിലെ മുഴുവൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹമാണ്, അതായത് തകർന്നടിഞ്ഞ പാർട്ടിയെ ഈ 22-ൽ നിന്നും
63-ലേക്ക് എത്തിച്ച UDF-നെ 41-ൽ നിന്നും 102-ലേക്ക് എത്തിച്ചത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ പ്രവർത്തന പാടവമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും UDF അധികാരത്തിൽ എത്തുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയായി VD സതീശൻ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊന്നൊരു ഗ്രൂപ്പ് പരിപാടിയല്ല. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ജനാധിപത്യ വിശ്വാസികളുടെ, UDF പ്രവർത്തകരുടെ വികാരമാണ്. ഇത് നേതൃത്വം മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അല്ല എങ്കിൽ ഈ ജനങ്ങൾ, ഈ വിജയിപ്പിച്ച ജനങ്ങൾ തന്നെ നമുക്ക് തിരിച്ചടി തരും. അങ്ങനെ ഈ പാർട്ടി ഇല്ലാതെ പോകരുത് എന്നുള്ള പാർട്ടിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേട്ടില്ലേ? വളരെ രൂക്ഷമായ ഭാഷയിൽ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത്. പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായി ഇതേപോലെയുള്ള പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും മുക്കത്തും അതേപോലെ വയനാട്ടിലും കണ്ണൂരിലും, അതായത് ഇരിട്ടിയിൽ എന്ന് പറയുന്നത് ഇരിക്കൂർ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെയുള്ള മുസ്ലിം ലീഗ് തന്നെ വലിയ ബോർഡ് വെച്ചു, ഞങ്ങൾ അവിടെ VD സതീശൻ അല്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ മാറ്റിക്കുത്തും, KC വേണുഗോപാൽ വല്ല കാരണവശാലും ജയിക്കുക, എവിടെ ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ തോൽപ്പിച്ചു വിടും എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളും അവിടെ വന്ന പ്രകടനം നമുക്ക് കണ്ടു നോക്കാം. അത് കഴിഞ്ഞില്ല, പിന്നീട് കുറ്റ്യാടിയിൽ പ്രകടനം നടന്നു, തൊടുപുഴയിൽ പ്രകടനം നടന്നു, അതേപോലെ സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ വ്യക്തമാണ്. ഇത് ചെറിയ തോതിലുള്ള ഒരു പ്രതികരണമല്ല, കേരളത്തെ ഇളക്കി മറിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു. മുമ്പ് VS-നെ വെട്ടിമാറ്റാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ, പോളിറ്റ് ബ്യൂറോ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് CPM അണികൾ തെരുവിലിറങ്ങിയ കാര്യം നമുക്കറിയാം. എന്നാൽ അതിനേക്കാളൊക്കെ വൈകാരികമായിട്ടാണ് VD സതീശന്റെ കാര്യത്തിലുള്ളത്. കാരണം കേരളത്തിൽ VD സതീശനായിരുന്നു കഴിഞ്ഞ 5 വർഷം തകർന്ന് തരിപ്പണമായി കിടന്ന UDF-നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. അതായത് രാഹുൽ ഗാന്ധി പോലും ഞെട്ടിയിരിക്കുന്നു. കേരളത്തിൽ VD സതീശനുള്ള പിന്തുണ കണ്ട് രാഹുൽ ഗാന്ധി ഞെട്ടിയിരിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ സമാനതകളില്ലാത്ത വിധത്തിൽ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. അതിന് കാരണം 2021 തകർന്നടിഞ്ഞ UDF-നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒറ്റ ടീം UDF ആക്കി മാറ്റി ഉറപ്പായിട്ടും 100-ൽ പരം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിച്ച ശേഷം VD സതീശനെ വെട്ടിമാറ്റി KC വേണുഗോപാലിനെ ഇറക്കുമതി ചെയ്യുന്നതിനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ UDF-ഓ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് അടക്കമുള്ള സംഘടന ഒറ്റക്കെട്ടായി എതിർക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ PJ ജോസഫും കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇറക്കുമതി വേണ്ട, ഇവിടെയുള്ള ഒരു MLA മതി, ഇവിടെ MLA എന്ന് തെരഞ്ഞെടുത്താൽ മതി. ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനവികാരമുള്ള, ജനങ്ങളുടെ വികാരം കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ നീങ്ങാൻ. എന്തായാലും ഇതുപോലുള്ള ശക്തമായ പ്രതികരണം ആഞ്ഞടിക്കുകയാണ്. കേരളം ഇളക്കി മറിയുകയാണ്. ഇതിന് കാരണക്കാരൻ ഒരേ ഒരാളാണ്, അത് KC വേണുഗോപാലനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സിൽ കലാപം ഉണ്ടാക്കാൻ വരില്ല, എനിക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. കേരളത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കലാപത്തിന് ഇവിടെ കലാപത്തിൽ തീയിട്ടിരിക്കുകയാണ്. ആ കലാപക്കൊടി പെട്ടെന്ന് അടങ്ങുമെന്ന് നമ്മൾ കരുതുന്നില്ല. അത് വലിയ ഒരു ആളിക്കത്തലായിട്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കത്തുന്ന കോൺഗ്രസിനെ മൊത്തത്തിൽ മുടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും KC വേണുഗോപാലിനെ ഇവിടെ ഇറക്കുമതി ചെയ്താൽ എന്നുള്ളതാണ് പൊതുവികാരം എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.